സോഹല കേസ് ഇപ്പോൾ നമ്മൾ നിലനിർത്തിയെടുത്തു തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം കൺസിസ്റ്റൻസ് ആയിട്ട് വീഡിയോ ഒന്ന്. അപ്പോൾ ഇപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വണ്ടിയിൽ കയറിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇവിടെ നിന്ന് വിടണം. പിന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ഒക്കെ ആയിരുന്നു. ഞാൻ അത് കട്ട് ചെയ്ത് കുറച്ചതാണ്. കാരണം ഫോണിൽ സ്പേസ് കുറവാണ് കേസ്. അതുകൊണ്ട് ഒരു 16 മിനിറ്റുള്ള വീഡിയോ ആയിരുന്നു. ഞാൻ ജസ്റ്റ് ഇതിപ്പോൾ 8 മിനിറ്റ് എങ്ങാണ്ടാക്കി. 8 മിനിറ്റ് കുറച്ച് കേസ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ഇതൊക്കെ കാണും. എല്ലാവരും ക്ഷമിക്കണം കേസ്. അതൊന്നൊക്കെ ആയാലും കേസ്. പിന്നെ ഇന്നലത്തെ നമ്മുടെ വീഡിയോ 59 52 പേരെ കണ്ടു. അപ്പോൾ കണ്ടവരൊക്കെ ഡു സബ്സ്ക്രൈബ് കേസ്. നമുക്ക് റോഡ് 50 സബ്സ്ക്രൈബേഴ്സ് ആണ്. സബ് ചെയ്യുന്നതിന് നിങ്ങളെ നഷ്ടപ്പെടുന്നില്ലല്ലോ കേസ്. പ്ലീസ് സബ് കേസ്. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങ് ഇറങ്ങാം. ഇവിടുന്ന് നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. പക്ഷെ എല്ലാവരും നല്ല സെറ്റ് വൈബൊക്കെ അടിച്ചിരിക്കുകയാണ്. നമ്മുടെ കിളിച്ചെറുക്കം ഉണ്ടല്ലോ രാഹുൽ, നമ്മുടെ പുറകിൽ പോയിരിപ്പുണ്ട്. രാഹുൽ നമ്മൾ പി കെ എന്നാണ് വിളിക്കുന്നത്. പി കെ അപ്പുറത്ത് പോയിരിപ്പുണ്ട്. പിള്ളേരോടൊക്കെ പേടിച്ചിരിക്കുകയാണ്. പിന്നെ കോളനീൻ്റെ 2 പിള്ളേരുണ്ട്. അവർ നമ്മുടെ അടുത്ത് വന്നിരിപ്പുണ്ട്. ചെറുക്കന്മാർക്ക് ക്യാബിനിരിക്കണം ഭയങ്കര ആഗ്രഹം. അപ്പോൾ അവരന്മാരെ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നൈറ്റാണ്. അപ്പോൾ രാത്രിക്ക് എന്ന് വെച്ചാൽ രാവിലേക്ക് മുന്നേ ഏതാണ്ട് നൈറ്റ് കാണാനാണ് അവസാനം കാണാൻ നല്ലതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ രാത്രിക്ക് മുന്നേ നമ്മളെത്തണം കേസ്. നമ്മളെന്തായാലും പറപ്പിച്ചാണ് വിടുന്നത്. പിന്നെ യൂട്യൂബ് സ്ക്രീന് നമുക്ക് ഇത് ആണെങ്കിൽ കുറച്ച് വൃത്തികേട് കാണുകൊണ്ടാണ് ഞാൻ ഈ വലുതാക്കി ഇടുന്നത്. അപ്പോൾ തൽക്കാലം ക്യാപ് കട്ടിലാണ് ഞാൻ എപ്പോഴും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ വേറൊരു ആപ്പാണ്. അത് ചെയ്യുവാണെങ്കിൽ കുറച്ച് പരിപാടി ഉണ്ട്. ഇപ്പം ഞാൻ വീഡിയോ ഇരുന്ന് ചെയ്യുന്നത് 12 മണി തന്നെ 10:30 ആ സമയത്തൊക്കെയാണ്. നേരത്തെ ചെയ്തിരുന്ന പക്ഷേ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പ്ലീസ് കേസ് ഈ വീഡിയോ കാണുന്ന മാക്സിമം ഞാൻ ജസ്റ്റ് സബ് കേസ്. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞാൽ മെസ്സേജ് വേണേ. ഞാൻ എന്നാലും നിങ്ങളുടെ യൂട്യൂബ് ചാനലും സബ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം നമ്മൾ 9 ഫോളോവേഴ്സ് ആയിട്ടുണ്ട് നമുക്കിപ്പോൾ ഇൻസ്റ്റയിൽ നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഇതായിട്ട് നോക്കുകയാണെങ്കിൽ. പക്ഷേ നമ്മളെന്തായാലും പറപ്പിച്ച് വിടുകയാണ്. കസിനോട് ഇപ്പം മറ്റേ KURTC എന്ന് പറഞ്ഞ് കുറച്ച് വണ്ടികളൊക്കെ പോകുന്നുണ്ട് കേസ്. ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഫുട്ടിലാകില്ലേ ഇപ്പോൾ FPS ഡ്രോപ്പ് ആകുന്നില്ല ഒട്ടിൻ്റെ കേസ്. പിന്നെ 100K അടിക്കുവാണെങ്കിൽ നമ്മളെന്തായാലും CPU അങ്ങനെ മോണിറ്റർ ഹെഡ്ഫോൺ എല്ലാം മേടിക്കുന്നതായിരിക്കും മാക്സിമം. 100K അടിക്കുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സപ്പോർട്ടുള്ളതുകൊണ്ട് നമുക്ക് മിക്കവാറും 100K അടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. അത് നമ്മൾ 50 സബ്സ്ക്രൈബേഴ്സ് ആണ് യൂട്യൂബിൽ ലൈവ് വരുന്നതായിരിക്കും നമ്മുടെ ഈ ചാനലിൽ. അല്ലാതെ ഞാൻ വേറെ ലൈവ് പോകുന്നുണ്ട്. അത് കാണേണ്ടവരാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ചില കട്ടൊക്കെ വരുന്നുണ്ട് കേസ്. നമ്മൾ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു ഹൈവേ വഴിയാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. നമ്മൾ അത്യാവശ്യം 120 122 ആ റേഞ്ചിലൊക്കെയാണ് കയറി പോകുന്നത് കേസ്. 2 മിനിറ്റ് ഓവർടേക്ക് ചെയ്യാൻ പറ്റുന്ന അവിടെ. പിന്നെ നമ്മൾ ഒരു തട്ടലും മുട്ടലും ഇല്ലാതാണ് കൊണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം ആൾക്കാരുണ്ട്. അല്ലേ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തട്ടുന്നതായിരിക്കും. ഇപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാണ് വണ്ടി എൻ്റെ കിട്ടുന്നത്. മഴ കുറഞ്ഞെന്ന് തോന്നി. പിന്നെ വണ്ടി നമ്മൾ എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് ഗൈസ് ഇപ്പോൾ അവരെ കണ്ടുപിട്ടിട്ടുണ്ട്. അവർ ഹോട്ടലിൽ കഴിക്കാൻ നിർത്തിയില്ലെന്നാണ് പറയുന്നത്. തിരിച്ചു വന്നു. പിന്നെ അവിടെ 3ാമത്തെ വണ്ടി പുറകെ കൂടെ വരുന്നുണ്ട് ഗൈസ്. അവർ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് തിരിക്കണം. അവിടെ അമ്മമാർ ഫുഡ് കഴിക്കാൻ പോകുന്ന തിരിച്ചെടുത്തിട്ടുണ്ട്. ലോറിക്കാരൊന്നും നോക്കാതെ വരുന്നത്. ജസ്റ്റ് തിരിച്ചെടുത്തിട്ടുണ്ട് കേസ്. പിന്നെ നമ്മൾ തിരിച്ച് ട്രിപ്പ് നമ്മുടെ വണ്ടിയിലല്ലേ അവരെ കൊണ്ടുവന്നത്. ഐരാവതാന്ന് പറഞ്ഞ് 3ാമതൊരു വണ്ടി വരുന്നുണ്ട്. ആ വണ്ടിയിലാണ് നമ്മൾ അവരെ തിരിച്ച് അവരുടെ കോളനിലേക്ക് ഉണ്ടാക്കുന്നത്. നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു പരിപാടി കിട്ടിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഓട്ടോ അല്ല, വേറെ ഇത് കിട്ടിയിട്ടുണ്ട്. അവന്മാർ ഫുഡ് കഴിക്കാൻ പോകുന്നു. നമ്മൾ ഹൈവേ എത്തിയിട്ടുണ്ട്. ചെറിയ വഴി പരിപാടിയുണ്ട്, സർവീസ് ചെയ്യണം. പിന്നെ അങ്ങനെ വെച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് തിരിച്ചാ വണ്ടിക്ക് വരണം. അതിനാണ് നമ്മൾ 3 വണ്ടി സെറ്റ് ചെയ്യുന്നത്. ഹൈവേ കഴിയാറിയണ്ടോ എല്ലാവരും പിള്ളേരൊക്കെ വണ്ടി കൈ പിടിച്ചിരിക്കുകയാണ്. ഞാൻ പാട്ടിട്ടിട്ടുണ്ട്. പിന്നെ ഓപ്പറേറ്റിംഗ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റാത്ത. ടോളൊക്കെ കൊല്ലം അടുത്തുണ്ട്. 8000 രൂപയൊക്കെയാണ് ആവുന്നത്. എന്നാലും പിന്നെ നമ്മുടെ ആവശ്യമുണ്ട് കൊടുക്കുക. ഈ ട്രിപ്പിന് ഏകദേശം 1 ലക്ഷം രൂപ ഉണ്ടാവൂടാ. ഈ ട്രിപ്പ് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന പാക്കേജിൽ 80,000 രൂപയാണ് അവർ തരാമെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് കൂട്ടി കിട്ടൂടാ. കാരണം ഇവർ തരുന്നത് 3 വണ്ടി നമ്മൾ സെറ്റ് ചെയ്തല്ലേ. പകുതി ആയിട്ടുണ്ട്. ഇനിയൊരു സമയം ഞാൻ പറയാം. ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. നമുക്ക് സൈഡിൽ കൂടെ അത്യാവശ്യം സ്പീഡിൽ എന്തോ ഒരു ബിൽഡിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതിന് പിന്നെ നമുക്ക് അറിയത്തില്ല.
ഒരു എന്തോ ഒരു വില്ലക്കാരുണ്ട് ഇവര്. പിന്നെ എല്ലാവരും പകുതി ആൾക്കാർ ഉറക്കമാണ്. ലൈറ്റ് നിർത്തിയാലോന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ബിൽഡിങ് അങ്ങനെ ഫുൾ ലൈറ്റ് ഇട്ടുകൊണ്ട് പോവാം. വില്ലക്കാരുണ്ട്, എല്ലാവരും ഉറങ്ങി പോയി. ആ പാടെ രണ്ട് മൂന്ന് ചെറുക്കന്മാരും അത്ര ഉറങ്ങാതിരുന്നുള്ളൂ. പറയുന്ന സ്ഥലം കിളി അവനും പുറകെ ഉറങ്ങുന്നുണ്ട്. കുറച്ചുകൂടെ പോയി നമ്മൾ സ്ഥലം എത്തുമായിരിക്കും. രണ്ടെണ്ണം, പക്ഷെ നമ്മളത് 2-3 മിനിറ്റ് 2 കിലോമീറ്റർ ഉള്ളു. കണ്ടോണ്ടിരിക്കും. നമ്മള് നമ്മുടെ ഫ്രണ്ടിൽ പോടെ മുമ്പേ നമ്മൾ വന്നപ്പോ സ്കൂട്ടർ റൈഡറുടെ കാര്യം പറഞ്ഞിരുന്നു, അതാണെന്ന് തോന്നുന്നു. ഇവര് ഫുഡ് കഴിച്ചു. നമ്മളാണ് ഫസ്റ്റിൽ നിന്ന്. പിന്നെ രാത്രിയിലാണ് നമ്മളോട് ചെല്ലുന്നത്. അതാണ് മെയിൻ. അത് രാത്രി കാണാൻ ആൾക്കാർ പറയുന്നത്. ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് സിഗ്നൽ ഞാൻ വരുന്നുണ്ട്. വണ്ടി അവിടെ തട്ടിയെന്ന് പറഞ്ഞു. പക്ഷെ മെയിനായിട്ട് എത്താറായില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കൂടെ പോകുന്നുണ്ട്. അങ്ങനെ വണ്ടിയാണ്. സിഗ്നൽ ആയിരുന്നു അവർക്ക്. നാളായിട്ട് കൊമ്പനെ ഇവിടെ നിന്ന് കാണില്ല. ട്രിപ്പൊന്നും ഇല്ലെന്ന് തോന്നുന്നില്ല. ഗ്യാരേജിന്റെ അവിടെ നമ്മളെന്തായാലും ഗ്യാരേജിന്റെ ഇവിടെ കുറെ വണ്ടി നമ്മള് വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഗ്യാരേജ് വണ്ടിയൊക്കെ നന്നാക്കുന്നത് സി വഴിയാണ് കേട്ടോ. കേറി പോണ്ട ഈ വഴി വണ്ടി ഇടിച്ചിട്ടില്ല. സ്ഥലത്തിന്റെ ഇവിടെ ഈ വഴി തന്നെ. ഇത് ഇനി 2 മിനിറ്റ് കൂടെ. പിന്നെ തിരിച്ചിവിടെ വലിയ ആൾക്കാരില്ല. നമ്മളാണ് ഇവിടെ കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ എത്താറായി ഗൈസ്. ഓക്കെ, ആ ഒരു സ്ഥലത്ത് നമ്മൾ കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഈ ഒരു വെള്ളപ്പൂടെ കഴിഞ്ഞാൽ കേസ് നമ്മളങ്ങോട്ട് കയറണ്ടേ നോക്കിയിട്ടൊന്നുമില്ല. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ നോക്കുന്നില്ല. എന്നാലും നമുക്ക് വണ്ടി അവിടെ കൊണ്ട് നിർത്തി ആൾക്കാരെ ഇറക്കിയിട്ട് നമുക്ക് നോക്കാം കേസ്. അതാണ് ആ ഒരു ലൈറ്റ് കത്തിക്കുന്ന സംഭവമാണ്. നമ്മളെന്തായാലും ഇനി നേരെ ഇവിടെ തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് തന്നെ പോകും. അവർ ദശാവതാരം ഒക്കെ വന്നിട്ടുണ്ട് കേസ്. അപ്പുറത്തോട്ട് പോകണം. എല്ലാവരും ഒരു സൈഡായിട്ട് ഇട്ടേക്കുക. അവരപ്പുറത്തോടെ വരും. ഓക്കെ, നമുക്ക് വണ്ടി നിർത്താം. ആൾക്കാരെല്ലാം പയ്യെ ഇറങ്ങുന്നുണ്ട്. കാണാതെ ആൾക്കാരെല്ലാം ഇറങ്ങി. വണ്ടി ചെറുതായിട്ട് ചെളിയൊക്കെ പിടിച്ചിട്ടുണ്ട് ഗൈസ്. നമുക്കും ജസ്റ്റ് ഇറങ്ങാം ഗൈസ്. നമുക്ക് 2-3 വണ്ടിയുടെ ഫോട്ടോ എടുക്കാം ഗൈസ്. ഒരു ഫോട്ടോ എടുത്തിരിക്കാം നമുക്ക് എന്തായാലും. വലിയതായിട്ട് സോൺ ചെയ്യുന്നില്ല. ക്ലിയർ സോൺ ചെയ്താൽ ഒത്തിരി ഡേയ്സ്. പിന്നെ ആ സൈഡിലെ ഗ്യാപ്പിൻ്റെ കാര്യം 2-3 രൂപ ഞാൻ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇത്രയും നേരം നമ്മുടെ വീഡിയോ ഉണ്ട്. എല്ലാ മച്ചാന്മാർക്കും താങ്ക് യു ഗൈസ്. അപ്പോൾ ഇതിനി നമ്മളെന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ ഗൈസ്.